നമസ്കാരം, അഭിലാഷ് ആട്ടയാണ്. ഉണ്ട്. അപ്പോൾ എന്തായാലും സ്വപ്നസുന്ദരി എന്ന സിനിമ പോലെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന പടം നമ്മുടെ ഫിലിപ്പ് സാറിന്റെ അല്ലേ? ഫിലിപ്പ് സാറിന്റെ പടം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു കഷ്ടപ്പാടാണ് സിനിമയെന്ന് വെച്ചാൽ. പിന്നെ ആശംസ. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ആ സിനിമയിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂൺ സിനിമയിലെ ഡയറക്ടർ ഉണ്ട്, പ്രശാന്ത് ഉണ്ട്, പിന്നെ അതുപോലെ ഷൈജു കാക്കനാടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വിജയകരമായിട്ട് ഇപ്പോൾ മൂവാറ്റുപുഴ മാളിൽ കളിക്കുന്നുണ്ട്. രണ്ടാം വാരം കൊടുത്തു. ചില ആൾക്കാർ പടത്തെ നെഗറ്റീവ് പറയും. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, പടത്തിന് ആൾക്കാർ കയറുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ സിനിമ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാർ കേൾക്കുമ്പോർക്കും നമ്മൾ ഇത് കൊണ്ട് എന്തെങ്കിലും നേട്ടം അല്ലെങ്കിൽ പടത്തെ അല്ലേ പല ആൾക്കാർ ചിന്തിക്കും. പക്ഷെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന പടങ്ങൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അല്ലേ? ഹൈ സ്ട്രീറ്റ് നമുക്ക് കിട്ടുന്ന ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അത് നേരാണ് പെരേര. അല്ലാണ്ട് ഈ റിവ്യൂ പറഞ്ഞുകൊണ്ട് സിനിമ വിളിക്കോ? ഇല്ല. അപ്പൊ നമ്മുടെ മൂവാറ്റുപുഴ ഹൈ സ്ട്രീറ്റ് മാള് രണ്ടാം വാരം ഒരു ബിഗ് സല്യൂട്ട് കൂടെ. നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞു അത് കൊള്ളില്ല എന്നൊക്കെ പറയാം. പുള്ളി പറഞ്ഞാൽ നല്ലതിന് വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു അല്ലേ? നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത് സിനിമ. കാരണം ആൾക്കാർ കയറാൻ വേണ്ടിയാണ് അങ്ങനത്തെ റിവ്യൂ. എന്തായാലും നല്ലത് പറഞ്ഞാലും ചീത്ത പറയാനും സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സിനിമ വിജയിക്കും. കാരണം OTT വരെ എത്തുന്ന സിനിമ. ഫിലിപ്പ് സാറിനെ കുറിച്ച് എന്താണ് പേരൊക്കെ അഭിപ്രായം? ഫിലിപ്പ് സാർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് പേര് പെട്ടെന്ന് എനിക്ക് പുതിയ സിനിമകൾ വരുന്നുണ്ട്. അല്ല, നല്ലൊരു മനുഷ്യനാണ് അതിലുപരി. എന്തായാലും അപ്പോൾ നമ്മളൊക്കെ എന്തായാലും ആരുടെ പടത്തിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കും. അല്ലാണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും സിനിമ റിവ്യൂ കണ്ടിട്ട് ഒരാളെയും മലയാള സിനിമയിലേക്ക് അടുപ്പിക്കില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സിനിമകളുടെ പൂജക്ക് വരെ പോയത് കൊണ്ട് മാത്രമാണ് പല സിനിമകളുടെയും ഭാഗമാകാൻ പറ്റിയത്. ആറാട്ടാണ് നിങ്ങൾ പറഞ്ഞ മോശമാണ്. കാരണം ഒരു നല്ല സിനിമയാണ് നിങ്ങൾ തകർക്കാൻ നോക്കിയത്. അത് തകരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരു പിന്തുണയായിട്ട് കട്ട സപ്പോർട്ടായിട്ട് സ്വപ്ന സുന്ദരിക്ക് വേണ്ടി പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും. ഇല്ല പേരാ? കാരണം അതുപോലത്തെ ഒരു സിനിമയാണത്. കാരണം ജനങ്ങൾ ഏറ്റെടുത്തു. ഹൈ സ്ട്രീറ്റ് മാളിൽ ഇപ്പോൾ രണ്ടാം വാരം കളിക്കുകയാണ് ആ സിനിമ. അറിഞ്ഞില്ലായിരുന്നോ? ഓക്കെ. അപ്പോൾ എന്തായാലും ഫിലിപ്പ് സാർ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഇനിയും നല്ല സിനിമകളായിട്ട് വരിക. എൻ്റെയും പെരേരയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. മറ്റുള്ളവർ ഏത് രീതിയിൽ എടുത്താലും കുഴപ്പമില്ല. നല്ലൊരു സിനിമയെ ഞങ്ങൾ തകർക്കാൻ സമ്മതിക്കത്തില്ല. എന്തായാലും സിനിമ എല്ലാവരും കാണാം. ഓക്കെ, താങ്ക് യു പെരേര.